നമസ്കാരം. വിദ്യാഭ്യാസം കേവലം അറിവ് സമ്പാദനമല്ല, മറിച്ചൊരു സമൂഹത്തിന്റെ രാഷ്ട്രീയവും സാംസ്കാരികവുമായ അടിത്തറയാണ്. അതുകൊണ്ട് തന്നെയാണ് വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള തർക്കങ്ങൾ സാമ്പത്തിക തർക്കത്തിനപ്പുറം വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും വഴി തുറക്കുന്നത്. PM ശ്രീയുമായി ബന്ധപ്പെട്ട് കേന്ദ്രം നിലപാട് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ കേരളം ഇനി എന്ത് തീരുമാനമാണ് എടുക്കുക എന്നാണ് അറിയേണ്ടത്. ഇവിടെ ചോദ്യം രാഷ്ട്രീയ ലാഭനഷ്ടങ്ങളുടേതല്ല, നമ്മുടെ കുട്ടികളുടെ ഭാവിയുടേതാണ്. കേന്ദ്രത്തിൽ നിന്നുള്ള വികസന ഫണ്ട് നഷ്ടപ്പെടുത്തുന്നത് ആത്മഹത്യാപരമാണ്. എന്നാൽ അതിനായി സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ മൂല്യങ്ങളെ ബലി നൽകാനും പാടില്ല. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ശാഠ്യങ്ങൾക്കിടയിൽപ്പെട്ട് നശിച്ചു പോകേണ്ടതല്ല നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സമഗ്ര വാർത്തകൾ നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. PM ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് പിന്മാറാമെന്ന് കേന്ദ്ര സർക്കാർ രാജ്യസഭയിൽ ധാരണാപത്രം ഒപ്പിട്ടെങ്കിലും കേരളം ഇതുവരെ സ്കൂളുകളുടെ പട്ടിക നൽകിയില്ലെന്ന് PV അബ്ദുൾ വഹാബ് MP-യുടെ ചോദ്യത്തിന് കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൌധരിയുടെ മറുപടി. പദ്ധതി നടപ്പാക്കുമെന്ന് പറഞ്ഞിട്ടില്ലെന്ന് മലക്കം മറിച്ചിലുമായി UDF കൺവീനർ അടൂർ പ്രകാശ്. UDF-ൽ ചർച്ച നടന്നിട്ടില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി. വിമർശനവുമായി CPM-ഉം CPI-യും. പൊതുസ്ഥലത്തെ മാലിന്യ നിക്ഷേപത്തിനെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ക്ലീൻ സിറ്റി എവിടെയെന്ന് ചോദ്യം. ഫുട്പാത്തിലൂടെ നടന്നാൽ കുഴിയിൽ വീഴുന്ന അവസ്ഥയെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. പാതയോരത്തെ ഫ്ലക്സുകളിലും കോടതിക്ക് അതൃപ്തി. ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം തേടി. അപകടകാരികളായ തെരുവു നായ്ക്കളെ കൊല്ലാൻ സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുമതി. സംസ്ഥാനത്ത് പലയിടത്തും മഴ. 11 ജില്ലകളിൽ 24 മണിക്കൂറിനകം മഴ കൂടുതൽ ശക്തമാകുമെന്ന് മുന്നറിയിപ്പ്. ശക്തമായ കാറ്റിന് സാധ്യതയെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. നാളെ 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. മലയോര തീരദേശ മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം. വയനാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. മുത്തങ്ങയിൽ പോലീസുകാരൻ വിനോദ് കൊല്ലപ്പെട്ട കേസിൽ 2ാം പ്രതി അശോകൻ മാത്രം കുറ്റക്കാരൻ. മരിച്ചതിനാൽ ശിക്ഷ വിധിച്ചില്ല. ഗീതാനന്ദൻ ഉൾപ്പെടെ 56 പ്രതികളും കുറ്റവിമുക്തർ. പോലീസ് ഉദ്യോഗസ്ഥൻ അബ്ദുൾ സലാം വധശ്രമ കേസിൽ ഗീതാനന്ദൻ ഉൾപ്പെടെ 4 പ്രതികൾക്ക് 5 വർഷം കഠിന തടവും 10,000 രൂപ പിഴയും. വിധി പറഞ്ഞത് വയനാട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. വിധി നിരാശാജനകമെന്ന് വിനോദിന്റെ കുടുംബം. അപ്പീൽ നൽകും. കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരത്തെ BJP കൗൺസിലർ R. സുഗതന്റെ 6 മാസത്തെ അവധി അപേക്ഷ അംഗീകരിച്ച് കോർപ്പറേഷൻ കൗൺസിൽ. മേയറുടെ വോട്ടും സ്വതന്ത്ര കൗൺസിലർ സുധീഷിന്റെ വോട്ടും ഉൾപ്പെടെ 51 വോട്ടിന് അവധി പാസാക്കി. പ്രതിഷേധവുമായി LDF-ഉം UDF-ഉം. വോട്ടിനിടണമെന്ന് ആഭ്യന്തര വകുപ്പിന്റെ സർക്കുലർ ഉണ്ടെന്ന വിശദീകരണവുമായി മേയർ. സുഗതൻ അനുകൂലമായി കത്ത് നൽകി ആഭ്യന്തര വകുപ്പ് അണ്ടർ സെക്രട്ടറിക്കെതിരെ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ശബരിമലയിൽ വിതരണം ചെയ്ത നെയ്യിൽ ക്രമക്കേട് കണ്ടെത്തിയത് ദേവസ്വം വിജിലൻസ് SP അന്വേഷിക്കും. ഉദ്യോഗസ്ഥരുടെ പങ്കും അന്വേഷിക്കും. ശബരിമലയിൽ നെയ്യ് വാങ്ങണ്ടെന്നാണ് തീരുമാനിച്ചതായും ദേവസ്വം പ്രസിഡന്റ് K. ജയകുമാർ. രാജമാണിക്യത്തിന്റെ റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളെന്ന് ദേവസ്വം മന്ത്രി K. മുരളീധരൻ. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ശുപാർശ ചെയ്യുന്നുവെന്നും റിപ്പോർട്ട് ആഭ്യന്തരമന്ത്രിക്ക് കൈമാറുമെന്നും K. മുരളീധരൻ. തമിഴ്നാടിന് വെള്ളം നൽകണമെന്ന കാവേരി വാട്ടർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ നിർദ്ദേശത്തിൽ കന്നഡ അനുകൂല സംഘടനകളുടെ പ്രതിഷേധം. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായുള്ള കൂടിക്കാഴ്ച നീട്ടിവെച്ച് കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ. അന്തരീക്ഷം തണുത്തതിനു ശേഷം വിജയെ കാണുമെന്ന് DK ശിവകുമാർ. തമിഴ്നാട്ടിൽ TVK സർക്കാരിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉറപ്പിക്കാനുള്ള നീക്കങ്ങൾക്ക് വീണ്ടും തിരിച്ചടി. 5 നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള ഇടക്കാല സ്റ്റേ മദ്രാസ് ഹൈക്കോടതി നീട്ടി. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ തിളക്കം. ജൂഡോയിൽ ഇരട്ട സ്വർണം. സുവർണ നേട്ടം ഹർഷ് സിംഗിനും അസ്മിത ഡേക്കും. ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഇന്നിറങ്ങും. മത്സരം 12:45-ന്. പുരുഷന്മാരുടെ ഭാരോദ്വഹനത്തിൽ ഇന്ത്യയുടെ ലവ്പ്രീത് സിംഗിനും വെള്ളി. വനിതകളുടെ ഡിസ്കസ് ത്രോയിൽ സീമ കാലിറാനയ്ക്കും വെങ്കല മെഡൽ. ഇസ്രയേൽ പാലസ്തീൻ സമാധാന കരാറിൽ ഹമാസ് ആയുധം ഉപേക്ഷിച്ചേക്കും. സായുധ സംഘങ്ങളെ നിരായുധീകരിക്കുന്നതിനുള്ള ട്രംപിന്റെ സമാധാന ഉടമ്പടി അംഗീകരിച്ചതായി ഹമാസ്. നടപടി ഇസ്രയേലിന്റെ നീക്കങ്ങൾക്കനുസരിച്ചായിരിക്കുമെന്ന് വിശദീകരണം. ഹമാസ് പൂർണ്ണമായും ആയുധം താഴെവെക്കാതെ ഉടമ്പടി അംഗീകരിക്കില്ലെന്ന് ഇസ്രയേൽ. സ്റ്റോറി ഓഫ് ദ ഡേ. ഇരുത്തം വന്ന പ്രൗഢി.
PM ശ്രീ പദ്ധതിയുമായി വീണ്ടും ചർച്ചകൾ വരികയാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് CPM-ഉം CPI-യും തമ്മിലുള്ള ചർച്ചകളാണ് കൂടുതൽ നടന്നതെങ്കിൽ ഇപ്പോൾ ഈ സർക്കാരും ഒപ്പം പ്രതിപക്ഷവും കേന്ദ്രവും തമ്മിലുള്ള ഒരു ചർച്ചകളാണ് നടക്കുന്നത്. PM ശ്രീ പദ്ധതിയിൽ UDF സർക്കാരിൻ്റെ വാദം തള്ളുകയാണ് കേന്ദ്ര സർക്കാർ. പദ്ധതിയിൽ നിന്ന് ആവശ്യമെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് പിന്മാറാമെന്നാണ് രാജ്യസഭയിൽ കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൗധരി പറഞ്ഞത്. പിന്മാറുകയോ ഒപ്പിടാതിരിക്കുകയോ ചെയ്യുന്ന സംസ്ഥാനങ്ങൾക്ക് പദ്ധതി ആനുകൂല്യങ്ങൾ നഷ്ടമാകും. മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പാഠ്യപദ്ധതിയിൽ ഉചിതമായ മാറ്റങ്ങൾ വരുത്താനുള്ള സ്വാതന്ത്ര്യം സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാകുമെന്നും PV അബ്ദുൽ വഹാബ് MPയുടെ ചോദ്യത്തിന് കേന്ദ്രമന്ത്രി മറുപടി നൽകി. ധാരണാപത്രം ഒപ്പിട്ടതിനാൽ PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നായിരുന്നു മുഖ്യമന്ത്രി VD സതീശൻ അടക്കമുള്ള UDF നേതാക്കളുടെ പ്രതികരണം. എന്നാൽ പദ്ധതിയിൽ നിന്ന് ആവശ്യമെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് പിന്മാറാമെന്ന് രാജ്യസഭയിൽ കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൗധരി അറിയിച്ചു. PV അബ്ദുൽ വഹാബ് MPയുടെ ചോദ്യത്തിന് കേന്ദ്രമന്ത്രി രേഖാമൂലം നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പിന്മാറുകയോ ധാരണാപത്രം ഒപ്പുവയ്ക്കുകയോ ചെയ്യാത്ത സംസ്ഥാനങ്ങൾക്ക് PM ശ്രീ പദ്ധതിയുടെ ആനുകൂല്യം മാത്രമേ നഷ്ടമാകൂ എന്നും കേന്ദ്ര സർക്കാർ മറുപടി നൽകി. പ്രത്യേക സാഹചര്യങ്ങളിൽ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പാഠ്യപദ്ധതിയിൽ ഉചിതമായ മാറ്റങ്ങൾ വരുത്താനുള്ള സ്വാതന്ത്ര്യം സംസ്ഥാനങ്ങൾക്കുണ്ടാകുമെന്നും രേഖാമൂലം നൽകിയ മറുപടിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളം ധാരണാപത്രം ഒപ്പിട്ടുവെങ്കിലും ഇതുവരെ സ്കൂളുകളുടെ പട്ടിക നൽകിയിട്ടില്ല എന്നും വിദ്യാഭ്യാസ സഹമന്ത്രി അറിയിച്ചു. അതേസമയം PM ശ്രീ പദ്ധതിയിൽ രാജ്യത്തെ 27 സംസ്ഥാനങ്ങൾക്കും 5 കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി 3105.63 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് എന്ന് V ശിവദാസൻ MP ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി രാജ്യസഭയിൽ മറുപടി നൽകിയിരുന്നു. PM ശ്രീ പദ്ധതിയിൽ നിന്ന് യാതൊരു തുകയും അനുവദിച്ചു കിട്ടാത്ത ഏക സംസ്ഥാനം കേരളമാണെന്നും മറുപടിയിൽ പറയുന്നുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കേന്ദ്ര സർക്കാർ ഒരു വ്യക്തത വരുത്തിയതോടെ സംസ്ഥാനത്തിന്റെ നിലപാട് എന്താണ് എന്നാണ് ഇനി അറിയേണ്ടത്. കഴിഞ്ഞ ദിവസം നടപ്പാക്കാൻ പോകുന്നു അല്ലെങ്കിൽ നടപ്പാക്കേണ്ടി വരും എന്നുള്ള ചർച്ചകളൊക്കെയാണ് നടന്നത്. ഇനി ഒരുപക്ഷേ പ്രതികരണങ്ങൾ ധാരാളം ഇന്ന് വന്നിട്ടുണ്ട്. ആ പ്രതികരണങ്ങൾ വെച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ വേണമെങ്കിൽ പിന്മാറാമെന്നുള്ള ചിന്തയൊക്കെ സംസ്ഥാന സർക്കാരിനുണ്ട് എന്നാണ് കരുതുന്നത്. പ്രതികരണങ്ങൾ കാണാം. PM ശ്രീ പദ്ധതിയിൽ ഇടത് സർക്കാർ ഒപ്പിട്ട് കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും ഫണ്ടും വാങ്ങിയിട്ട് ഇപ്പോൾ തങ്ങളുടെ തലയിലേക്ക് കയറണ്ടെന്നാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞത്. ഇത്രയും ഒപ്പിട്ട് അതിനുശേഷം കൂടുതൽ ആനുകൂല്യങ്ങളും വാങ്ങിച്ചിട്ട് കേന്ദ്ര ഗവൺമെന്റ് സഹായം വാങ്ങിച്ചിട്ട് ഇപ്പം ഞങ്ങളുടെ തലയിലോട്ട് കയറണ്ട. വിഷയം പ്രത്യേകമായി എടുത്ത് UDF ചർച്ച ചെയ്തിട്ടില്ല എന്നും ഉപസമിതി രൂപീകരിച്ചിട്ടുണ്ട് എന്നും UDF കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു. കേന്ദ്ര ഫണ്ട് ലഭിക്കുക എന്നത് കേരളത്തിന്റെ അവകാശമാണെന്നും അടൂർ പ്രകാശ് വ്യക്തമാക്കി. UDF യോഗത്തിൽ ഇത്തരം വിഷയങ്ങൾ അങ്ങനെ എടുത്ത് പ്രത്യേകമായി ചർച്ച ചെയ്തിട്ടില്ല. ചർച്ച ചെയ്തു എങ്കിൽ മാത്രമേ UDF യോഗത്തിൽ ഒരു തർക്കം വരികയുള്ളല്ലോ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല. PM ശ്രീയുമായി മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ച് UDF-ൽ ചർച്ച നടന്നിട്ടില്ലെന്നും PM ശ്രീയിൽ നിന്ന് എങ്ങനെ പിന്മാറാൻ കഴിയുമെന്നാണ് ആലോചിക്കുന്നതെന്നും മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ഒപ്പിട്ടു എന്നുള്ളത് അവരാണ് ഒപ്പിട്ടത്. ഇങ്ങനെ ഊരണം എങ്ങനെയെന്ന് സബ് കമ്മിറ്റി പറയണം. PM ശ്രീ പദ്ധതിയിൽ UDF നിലപാട് സബ് കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം പറയാമെന്നാണ് മന്ത്രി KM ഷാജി പറഞ്ഞത്. LDF സർക്കാരിന്റെ കാലത്ത് PM ശ്രീയെ എതിർത്തവർ ഇപ്പോൾ പദ്ധതി വാശിയോടെ നടപ്പാക്കുന്നുവെന്ന് മുൻമന്ത്രി VN വാസവൻ പ്രതികരിച്ചു. പദ്ധതി നടപ്പാക്കാനുള്ള തീരുമാനം UDF-ന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇരട്ടത്താപ്പെന്ന് മുൻമന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. UDF-ന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇരട്ടത്താപ്പാണ് PM ശ്രീ പദ്ധതിയിലൂടെ പേരിൽ UDF ഇപ്പോൾ നടത്തുന്ന നീക്കങ്ങൾ. അവരുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇരട്ടത്താപ്പാണ്. പദ്ധതി നടപ്പാക്കണമെന്ന് ആരാണ് സർക്കാരിനെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നതെന്നായിരുന്നു മുൻമന്ത്രി K രാജന്റെ ചോദ്യം. ആരാണ് കേരളത്തിലെ ഗവൺമെന്റിനെ ഇത് നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത്? വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് അമൃത TV. പൊതുസ്ഥലത്തെ മാലിന്യ നിക്ഷേപം സംസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. ക്ലീൻ സിറ്റി എന്നൊക്കെയാണ് നമ്മൾ പറയുന്നതെങ്കിലും പക്ഷേ അതെവിടെ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതുതന്നെയാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായത്. രൂക്ഷ വിമർശനമാണ് സംസ്ഥാന സർക്കാരിനുണ്ടായത്. ക്ലീൻ സിറ്റി എവിടെ എന്നായിരുന്നു ചോദിച്ചത്. പൊതുജനം ഫുട്പാത്തിലൂടെ തല ഉയർത്തി നടന്നാൽ കുഴിയിൽ വീഴുന്ന അവസ്ഥയാണെന്നാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ പറഞ്ഞത്. പാതയോരത്ത് ഫ്ലെക്സുകൾ പെരുകുന്നതിലും കോടതി അതൃപ്തി രേഖപ്പെടുത്തി. ചീഫ് സെക്രട്ടറിയോട് ഇക്കാര്യത്തിൽ വിശദീകരണവും തേടിയിട്ടുണ്ട്. പൊതുസ്ഥലത്തെ മാലിന്യ നിക്ഷേപവും കൊച്ചിയിലെ ഫുട്പാത്തിന്റെ ശോചനീയാവസ്ഥയും പാതയോരത്ത് നിയമം ലംഘിച്ച് ഇപ്പോഴും തുടരുന്ന ഫ്ലെക്സുകളും പരാമർശിച്ചായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രന്റെ വിമർശനം. കൊച്ചിയിലെ കാൽനട യാത്രക്കാർ തല കുനിച്ചു നടക്കേണ്ട ഗതികേടിലാണെന്നും തല ഉയർത്തി നടന്നാൽ ഫുട്പാത്തിലെ കുഴിയിൽ വീഴുമെന്നും കോടതി പറഞ്ഞു. കൊല്ലം ജില്ലയിലും സംസ്ഥാനത്തെ മറ്റ് ജില്ലകളിലും ദേശീയപാതയോരത്തും മറ്റ് പ്രധാന റോഡുകൾക്ക് ഇരുവശവുമായും സ്ഥാപിച്ചിട്ടുള്ള ഫ്ലെക്സുകൾ നീക്കം ചെയ്യാൻ അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മടിക്കുന്നതെന്ന് കോടതി ചോദിച്ചു. ഫുട്ബോൾ ലോകകപ്പ് കഴിഞ്ഞിട്ടും റോഡരികിൽ മുഴുവൻ സ്ഥാപിച്ചിട്ടുള്ള ഫുട്ബോൾ ടീമിന്റെ ഫ്ലെക്സുകൾ മാറ്റിയിട്ടില്ല. സ്വന്തം നേട്ടം വിവരിച്ചുകൊണ്ട് ചില അഭിഭാഷകർ സ്ഥാപിക്കുന്ന ഫ്ലെക്സുകളെയും കോടതി വിമർശിച്ചു.
ഇക്കാര്യങ്ങളിൽ എന്ത് നടപടി സ്വീകരിക്കുന്നുവെന്ന് ചീഫ് സെക്രട്ടറി വിശദമായ സത്യവാങ്മൂലം നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. അമൃത ന്യൂസ്, കൊച്ചി. തെരുവ് നായ്ക്കളെ ദയാവധം ചെയ്യാമെന്ന സുപ്രീം കോടതി നിർദ്ദേശം നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. അപകടകാരികളായ തെരുവ് നായ്ക്കളെ കൊല്ലാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകിക്കൊണ്ടുള്ള നടപടിയാണ് എടുക്കുന്നത്. 2ൽ കൂടുതൽ നായ്ക്കളുള്ള വീടുകൾ ഷെൽട്ടറുകളായി പരിഗണിക്കും. തെരുവുനായ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് മനുഷ്യസുരക്ഷയ്ക്കാണ് പ്രഥമ മുൻഗണനയെന്ന് സുപ്രീം കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതേ തുടർന്ന് പൊതുസ്ഥലങ്ങളിൽ നിന്ന് നായകളെ മാറ്റണമെന്ന മുൻ ഉത്തരവുകൾ പിൻവലിക്കാനുള്ള ഹർജി കോടതി തള്ളുകയും അപകടകാരികളായവയെ കൊല്ലാമെന്ന അനുമതി നൽകുകയും ചെയ്തു. ദയാവധം തയ്യാറാക്കാനുള്ള പ്രോട്ടോകോൾ നടപ്പാക്കിയ ശേഷം തദ്ദേശ സ്ഥാപനാടിസ്ഥാനത്തിൽ പ്രത്യേക സമിതി രൂപവൽക്കരിച്ചിട്ടുണ്ട്. ഈ സമിതിക്ക് നായ്ക്കളെ കൊല്ലുന്നത് സംബന്ധിച്ച തീരുമാനമെടുക്കാം. ദയാവധത്തിനായുള്ള ഷെൽട്ടറുകൾ കണ്ടെത്താൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകും. അതേസമയം 2ൽ കൂടുതൽ നായ്ക്കളുള്ള വീടുകൾ ഷെൽട്ടറുകളായി പരിഗണിക്കുകയും ലൈസൻസ് നൽകുകയും ചെയ്യാനാണ് പദ്ധതി. തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നതിനായുള്ള മാനദണ്ഡങ്ങളും തീരുമാനിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് മഴ ശക്തമാവുകയാണ്. നാളെ 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കനത്ത മഴയെ തുടർന്ന് ഓറഞ്ച് അലർട്ട് തുടരുന്ന സാഹചര്യത്തിൽ വയനാട്ടിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കും കാലാവസ്ഥാ വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. ഇന്ന് എല്ലാ ജില്ലകളിലും രാത്രിയിലും കൂടുതൽ പ്രദേശങ്ങളിൽ മഴ സാധ്യതയുണ്ട്. മലയോര മേഖലയിൽ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഓറഞ്ച് അലർട്ട് തുടരുന്ന പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. അങ്കണവാടികൾ, മതപഠന ക്ലാസുകൾ, ട്യൂഷൻ സെന്ററുകൾ, സ്പെഷ്യൽ ക്ലാസുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. അതുകൊണ്ട് തന്നെ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഴ ശക്തമായതോടെ സംസ്ഥാനത്തെ പല ഡാമുകളിലും ജലനിരപ്പ് ഉയരുകയും ചെയ്തു. മംഗലം, നെയ്യാർ ഡാമുകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയാണ്. ജില്ലയിൽ ഓറഞ്ച് അലർട്ടായ സാഹചര്യത്തിലാണ് അത്തരം അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ റെസിഡൻഷ്യൽ സ്കൂൾ, റെസിഡൻഷ്യൽ കോളേജുകൾ എന്നിവയ്ക്ക് ഈ അവധി ബാധകമല്ല. കാസർഗോഡ് വലിയ പറമ്പിലും മാവിലാക്കടപ്പുറത്തും രൂക്ഷമായ കടലാക്രമണം. നിരവധി തെങ്ങുകൾ കടപുഴുകി വീണു. പ്രദേശത്ത് 20 മീറ്ററോളം കടലെടുത്തു. അനൂപ് നീലേശ്വരമുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അനൂപ്, കടലാക്രമണം രൂക്ഷമാവുകയാണ്. ശക്തമായ മഴ വടക്കൻ ജില്ലകളിലൊക്കെ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ പെയ്യുന്നുണ്ട്. കാസർഗോഡിൻ്റെ സാഹചര്യം എന്താണ്? ഈ കടലാക്രമണം എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് ആളുകളെ? അഖില, ദിവസങ്ങളായുള്ള ഒരു കടലാക്രമണമാണ് ഇത്. മഴ ശക്തമായതോടെ അത് രൂക്ഷമായി വരികയുണ്ടായി. അതായത് തീരദേശ ഗ്രാമപഞ്ചായത്തായ വലിയ പറമ്പിലും അതുപോലെ തന്നെ പടന്നാക്കടപ്പുറം, മാവിലക്കടപ്പുറം എന്നിവിടങ്ങളിലാണ് ഈ കടലാക്രമണം രൂക്ഷമായിട്ടുള്ളത്. അതായത് 15 മീറ്ററോളം ദൂരത്തോളം കടലെടുത്തു എന്നാണ് പ്രദേശവാസികൾ അറിയിക്കുന്നത്. 40-ൽ പരം തെങ്ങുകൾ ഇതിനകം അവിടെ കടപുഴകി വീണിട്ടുണ്ട്. ഓരോരോ ആളുകൾക്കും അവരുടെ ആധാരത്തിലുള്ള സ്ഥലമടക്കം നഷ്ടപ്പെട്ടു എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് കടൽ പുറമ്പോക്ക് കടന്ന് അവരുടെ രേഖയിലുള്ള സ്ഥലമടക്കം ഇപ്പോൾ കടലിന്റെ ഭാഗമാകുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങിക്കഴിഞ്ഞു എന്ന് വേണം പറയാൻ. ഓറഞ്ച് അലർട്ടാണ് ജില്ലയിൽ ഇന്നും നാളെയുമൊക്കെ ഉള്ളത്. അതിനിടയിൽ ശക്തമായ തുടർച്ചയായ മഴക്കിടയിലാണ് ഈ കടലേറ്റം ശക്തമായി വരുന്നതെന്ന് വേണം നമുക്ക് പറയാൻ. അതായത് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിന് പടിഞ്ഞാറ് വശത്തുള്ള ബീച്ച് റോഡ്, കന്നുവീട് കടപ്പുറം, അതുപോലെ തന്നെ പുലിമുട്ട്, വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ പുലിമുട്ട്, തൃക്കരിപ്പൂർ കടപ്പുറം എന്നിവിടങ്ങളിലെല്ലാം തന്നെ കടലെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, ഈ പ്രദേശങ്ങളിൽ ഇതുവരെയായിട്ടും വർഷങ്ങളായിട്ട് നാട്ടുകാർ ശരി അനൂപ് നീലേശ്വരമാണ് വിശദാംശങ്ങൾ നൽകിയത്. കടലാക്രമണം രൂക്ഷമാണത് ആളുകളെ ബാധിക്കാതെ പോകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രിയോടെ കഴിയും. കടലിലേക്ക് വീണ്ടും യന്ത്രവൽകൃത മത്സ്യബന്ധന ബോട്ടുകൾ ഇറങ്ങാനിരിക്കെ മികച്ച മത്സ്യലഭ്യത എന്ന പ്രതീക്ഷയിലാണ് തൊഴിലാളികൾ. എന്നാൽ മോശം കാലാവസ്ഥയും കടലിലെ മുന്നറിയിപ്പുകളും അവരുടെ പ്രതീക്ഷകൾക്ക് മുകളിൽ ആശങ്കയും സൃഷ്ടിക്കുന്നുണ്ട്. 52 ദിവസത്തെ ഇടവേളയ്ക്കു ശേഷം സംസ്ഥാനത്തെ മത്സ്യബന്ധന തുറമുഖങ്ങൾ വീണ്ടും സജീവമാകുകയാണ്.
ഇന്ന് അർദ്ധരാത്രിയോടെ ട്രോളിംഗ് നിരോധനം അവസാനിക്കുമ്പോൾ യന്ത്രവൽകൃത മത്സ്യബന്ധന ബോട്ടുകൾ വീണ്ടും കടലിലേക്ക് പുറപ്പെടും. ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികളും ഇന്ധനം നിറയ്ക്കലും ഭക്ഷണ സാധനങ്ങൾ കയറ്റുന്നതുമടക്കമുള്ള അവസാനഘട്ട ഒരുക്കങ്ങളിലാണ് മത്സ്യത്തൊഴിലാളികൾ. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്തെ മത്സ്യങ്ങളുടെ പ്രജനനം സംരക്ഷിക്കാനാണ് എല്ലാ വർഷവും 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. ഈ കാലയളവിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമാണ് മത്സ്യബന്ധനത്തിന് അനുമതി ഉണ്ടായിരുന്നത്. മത്തി, അയല, ചെമ്മീൻ ഉൾപ്പെടെ നിരോധന കാലത്ത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മികച്ച മത്സ്യലഭ്യത ഉണ്ടായിരുന്നതിനാൽ ഇത്തവണ യന്ത്രവൽകൃത ബോട്ടുകൾക്കും സമൃദ്ധമായ മത്സ്യലഭ്യത ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് തൊഴിലാളികൾ. എന്നാൽ പ്രതീക്ഷകൾക്കൊപ്പം ആശങ്കകളും ഏറെയാണ്. പണ്ട് ചാകരയെന്ന് പറയാമായിരുന്നു, ആ സമയം കഴിഞ്ഞു പോയി. കരിക്കാടി പണി എന്ന് പറയാൻ പൂവാലം പണി എന്നൊരു ചാകര പണിയായിരുന്നു. ജൂലൈ മാസമൊക്കെ നല്ല കരിക്കാടി പണി നടക്കേണ്ട, കരിക്കാടി, കഴന്തൻ ഇങ്ങനെയുള്ള പണി നടക്കേണ്ട സമയത്താണ് നമ്മൾ ബോട്ട് കര കെട്ടിയിട്ടിരിക്കുന്നത്. അപ്പം 7, 8, 10 ലക്ഷം രൂപ വരെ ഓരോ ബോട്ടുകൾക്ക് ചിലവാകും. പിന്നെ ഇത് ഈ സീസണാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ. സംസ്ഥാനത്തെ വിവിധ തീരമേഖലകളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പും കടലിലെ പ്രതികൂല സാഹചര്യങ്ങളും മത്സ്യബന്ധനത്തെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് തൊഴിലാളികൾ. ട്രോളിംഗ് നിരോധനത്തിന് ശേഷമുള്ള ആദ്യ ദിവസങ്ങളിലെ കാലാവസ്ഥയാണ് പുതിയ സീസണിന്റെ ഗതി നിർണ്ണയിക്കുക. കടൽ അനുകൂലമായാൽ സമൃദ്ധമായ മത്സ്യലഭ്യതയും മികച്ച വരുമാനവും ലഭിക്കുമെന്നാണ് ബോട്ടുടമകളുടെയും മത്സ്യത്തൊഴിലാളികളുടെയും പ്രതീക്ഷ. എന്നാൽ മോശം കാലാവസ്ഥയും കടൽക്ഷോഭവും തുടർന്നാൽ ആദ്യ യാത്രകൾ തന്നെ പ്രതിസന്ധിയിലാകുമെന്ന ആശങ്കയും നിലനിൽക്കുന്നു. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. സംസ്ഥാന പോലീസ് വകുപ്പിൽ വലിയ മാറ്റങ്ങൾ വരികയാണ്. ജയിൽ മേധാവി എസ് ശ്രീജിത്ത് DGP പദവിയിലേക്ക്, ബൽറാം കുമാർ ഉപാധ്യായ ഫയർഫോഴ്സ് മേധാവിയാവും, ബെബ്കോ CMD പദവിയിലേക്ക് എത്തും. ഫയർഫോഴ്സ് മേധാവി സ്ഥാനത്ത് നിന്നും നിതിൻ അഗർവാൾ ഇന്ന് വിരമിച്ചു. ADGP MR അജിത് കുമാർ സസ്പെൻഷനിലായ ഒഴിവിലാണ് യോഗേഷ് ഗുപ്തയുടെ നിയമനം. ചീഫ് സെക്രട്ടറിയുടെ ശുപാർശ അംഗീകരിച്ച് സർക്കാർ ഉടൻ ഉത്തരവിറക്കും. എബി ജോൺ തോമസ് വിവരങ്ങൾ നൽകും. എബി, മാറ്റം ഉണ്ടാവുകയാണ്. നേരത്തെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ് ശ്രീജിത്ത് DGP പദവിയിലേക്ക് ഉയരും എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് മേധാവിയിലും ബെബ്കോ CMD പദവിയിലേക്കുമൊക്കെ പുതിയ ആളുകൾ എത്തുകയാണ്. വിവരങ്ങൾ. അഖില, പ്രധാനമായും 2 മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അത് യോഗേഷ് ഗുപ്ത വെബ്കോയുടെ MD ആക്കാനുള്ള തീരുമാനമെടുത്തിരിക്കും. ഒപ്പം തന്നെ ബൽറാം കുമാർ ഉപാധ്യായ അദ്ദേഹം ഫയർഫോഴ്സ് മേധാവിയാകാനുള്ള തീരുമാനത്തിലേക്കും വന്നിരിക്കുന്നു എന്നുള്ളതാണ്. DGP റാങ്കിലുണ്ടായിരുന്ന ഫയർഫോഴ്സ് മേധാവി നിതിൻ അഗർവാൾ ഇന്ന് വിരമിച്ചിരുന്നു അദ്ദേഹത്തിന്റെ പദവിയിൽ നിന്നും. ആ ഒരു ഒഴിവിലേക്ക് കൂടിയാണ് ഇപ്പോൾ ഈ ഒരു പുതിയ നിയമനം വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ADGP ആയിരുന്ന എസ് ശ്രീജിത്തിനെ DGP ആക്കാനുള്ള തീരുമാനത്തിലേക്ക് ഏതാണ്ട് കാര്യങ്ങളൊക്കെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഇനിയിപ്പോൾ ഉത്തരവിലേക്ക് ഒരു ഉത്തരവ് ഇറങ്ങേണ്ട താമസം മാത്രമേ ഉള്ളൂ. നിലവിൽ അദ്ദേഹം ജയിൽ മേധാവിയാണ്, ADGP പദവിയാണ് ഉള്ളത്. പക്ഷേ ഇനിയിപ്പോൾ DGP പദവിയിലേക്ക് എത്തപ്പോഴും അദ്ദേഹം ആ ഒരു ജയിൽ മേധാവിയായി തന്നെ ആയിരിക്കും തുടരുക എന്നുള്ളതാണ് അതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. എന്തായാലും ഈ DGP പദവിയിലേക്ക് നേരത്തെ 2 പേരെയാണ് ആദ്യം ശുപാർശ ചെയ്തിരുന്നത്. അത് സുരേഷ് രാജ് പുരോഹിത് ആണ്, ഒപ്പം തന്നെ MR അജിത് കുമാർ എന്നീ 2 പേരെ ആയിരുന്നു. ഒപ്പം തന്നെ ഈ സുരേഷ് രാജ് പുരോഹിത് അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷനിലാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇങ്ങോട്ടേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ MR അജിത് കുമാർ ഈ പദവിയിലേക്ക് വരുമെന്ന് പറഞ്ഞിരുന്ന ഘട്ടത്തിലാണ് രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിയുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനിലേക്ക് പോകുന്നത്. തുടർന്നാണ് ഇപ്പോൾ ശ്രീജിത്തിലേക്ക് ഈ ഒരു പദവി എത്തുന്നത് എന്നുള്ളതാണ്. എന്തായാലും പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത്. അതിന്റെ ഉത്തരവ് വളരെ വേഗം തന്നെ ഇറങ്ങാനിരിക്കുന്നു. അഖില, ശരി, എബിയാണ് വിശദാംശങ്ങൾ നൽകിയത്. മുത്തങ്ങ കേസ് വിധിയിൽ നിരാശ പ്രകടിപ്പിച്ച് കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്റെ കുടുംബം വിധി പ്രസ്താവം കേട്ടത് മരവിച്ച മനസ്സോടെയാണെന്നാണ് പ്രതികരണം. നീതി ലഭിച്ചില്ല എന്നും വിധിയിൽ അപ്പീൽ പോകുമെന്നും കുടുംബം വ്യക്തമാക്കിയിട്ടുണ്ട്. മുത്തങ്ങയിൽ പോലീസ് കോൺസ്റ്റബിൾ കൊല്ലപ്പെട്ട കേസിലെ വിധിയിൽ നിരാശയെന്ന് കൊല്ലപ്പെട്ട വിനോദിന്റെ കുടുംബം കേസിന്റെ നടത്തിപ്പിൽ തൃപ്തരല്ലെന്ന് കുടുംബം പ്രതികരിച്ചു. വിധി പ്രസ്താവം കേട്ടത് മരവിച്ച മനസ്സുമായെന്ന് വിനോദിന്റെ സഹോദരനും റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനുമായ KV ബാബു പറഞ്ഞു. ഒരു മരവിച്ച മനസ്സുമായിട്ടാണ് വിധി പ്രസ്താവം ഞങ്ങളൊക്കെ കേട്ടിരിക്കുന്നത്. ദീർഘമായി 23.5 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഒരു വിധി ഉണ്ടായിരുന്നത്. തന്നെ ഈ ഒരു സംഭവത്തോട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റും സമൂഹത്തിൻ്റെ ഒരു പ്രതിബദ്ധതയെ കുറിച്ചാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ച ഒരു ഓഫീസറാണ് ഞാൻ. ഒരു ഓഫീസർക്ക് ലഭിച്ച ഈ ഒരു പരിഗണന ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ സാധാരണ ജനങ്ങൾക്കുണ്ടാകുന്ന ചിന്ത അതിലേക്ക് ഇത്തരത്തിലുള്ളൊരു വിധി
ആ രീതിയിലുള്ളൊരു ചിന്തയിലേക്ക് നയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ വിധി ഞാൻ നമ്മുടെ കേരള പോലീസിനും അതുപോലെ തന്നെ കേരളത്തിലെ സമൂഹത്തിനും സമർപ്പിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ എൻ്റെ നാട്ടുകാരും അതുപോലെ തന്നെ സുഹൃത്തുക്കളും ബന്ധുക്കളെ ഒക്കെ ആലോചിച്ചിട്ട് മറ്റ് നടപടികളിലേക്ക് കടക്കും എന്നാണ് പറയാനുള്ളത്. നീണ്ട 23 വർഷം കേസിലെ വിധിക്കായി കാത്തിരിക്കേണ്ടി വന്നു. അർഹതപ്പെട്ട കാര്യങ്ങളൊന്നും കുടുംബത്തിന് ലഭിച്ചിരുന്നില്ല. വിനോദിന്റേത് സമൂഹത്തിന് വേണ്ടിയുള്ള ആത്മഹൂതിയാണെന്നും സമരത്തിനിടെ കൊല്ലപ്പെട്ട ജോഗിക്കും വിനോദിനും നീതി ലഭിക്കണമെന്നും സഹോദരൻ പറഞ്ഞു. സർക്കാർ അപ്പീൽ നൽകുന്നില്ലെങ്കിൽ വ്യക്തിപരമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും റിട്ടയർഡ് ASP കൂടിയായ ബാബു പറഞ്ഞു. അമൃത ന്യൂസ്, കണ്ണൂർ. മുത്തങ്ങ ഭൂസമരത്തിന്റെ വിധി 23 വർഷങ്ങൾക്ക് ശേഷം ഇന്നാണ് വന്നത്. കോൺസ്റ്റബിൾ വിനോദ് മരിച്ച കേസിലെ പ്രതികളെല്ലാം പക്ഷേ കോടതി വെറുതെ വിട്ടു. 2ാം പ്രതി മാത്രമാണ് കുറ്റക്കാരനെന്ന് കണ്ടെത്തി. പക്ഷേ 2ാം പ്രതി നേരത്തെ മരിച്ചുപോയതിനാൽ ഒരു ശിക്ഷയും കോടതി വിധിച്ചില്ല. മറ്റ് 2 കേസുകളിൽ ഗീതാനന്ദൻ ഉൾപ്പെടെ 4 പേർക്ക് കൽപ്പറ്റ ജില്ലാ സെഷൻസ് കോടതി 5 വർഷത്തെ ശിക്ഷയും വിധിച്ചു. മുത്തങ്ങ ഭൂസമരത്തിനിടെ പോലീസും സമരക്കാരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ കോൺസ്റ്റബിൾ വിനോദ് കൊല്ലപ്പെട്ട കേസിലാണ് 1ാം പ്രതി ഗീതാനന്ദൻ ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിട്ടത്. കൃത്യം നടത്തിയത് 2ാം പ്രതി അശോകനാണ്. അശോകൻ ജീവിച്ചിരിപ്പില്ലാത്തതിനാൽ ശിക്ഷ വിധിക്കുന്നില്ലെന്നും കോടതി വ്യക്തമാക്കി. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥനായ അബ്ദുൾ സലാം, വനംവകുപ്പ് ഉദ്യോഗസ്ഥനായിരുന്ന ശശിധരൻ എന്നിവരെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഗീതാനന്ദൻ, രമേശ്, ബിനു, സുന്ദരൻ എന്നിവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. 16 കുറ്റങ്ങളിലായി 19 വർഷം കഠിന തടവും 7 മാസം തടവും പിഴയും വിധിച്ചു. ശിക്ഷ ഒന്നിച്ച് അനുഭവിച്ചാൽ മതിയെന്നതിനാൽ 5 വർഷത്തെ ശിക്ഷ മാത്രം പ്രതികൾ അനുഭവിച്ചാൽ മതി. ഇതിനായത്തിൽ പ്രതികളുടെ സാമൂഹ്യ പശ്ചാത്തലം കോടതി പരിഗണിച്ചാണ് ശിക്ഷയിൽ ഇളവ് നൽകിയിട്ടുള്ളത്. അതേസമയം തന്നെ മുത്തങ്ങ സമരത്തിന് അനുകൂലമായിട്ടുള്ള പരാമർശങ്ങളും കോടതിയുടെ ഭാഗത്തു നിന്ന് ഈ കേസിൽ ഉണ്ടായിട്ടുണ്ട്. അത് ന്യായമായ ഒരു ആവശ്യത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള സമരമാണെന്ന രീതിയിലുള്ള പരാമർശങ്ങളും കോടതി വിധിയിലുണ്ട്. മുത്തങ്ങ ഭൂസമരത്തിൽ 4 പേരെ ശിക്ഷിച്ച കോടതി വിധി ആദിവാസികളോടുള്ള വിവേചനമാണെന്നും മേൽക്കോടതിയെ സമീപിക്കുമെന്നും CK ജാനു പ്രതികരിച്ചു. വിവേചനപരമായിട്ടുള്ള ഒരു വിധിയായിട്ടാണ് ഇതിനെ പറയാൻ പറ്റുന്നത്. ഇതൊരു ജനാധിപത്യ വിധി എന്നുള്ള നിലയിൽ പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ആളുകളെ ശരിക്കും ശിക്ഷിക്കേണ്ട ആവശ്യം പോലും ഉണ്ടായിരുന്നിട്ടില്ല. അങ്ങനെ ഗവൺമെന്റിന്റെ ഒരു അറ്റാക്കിന്റെ ഭാഗമായിട്ടുണ്ടാക്കിയ ഒരു സംവിധാനമാണ്. മരിച്ച വിനോദിന്റെ കുടുംബത്തിന് 7 ലക്ഷം രൂപയും പരിക്കേറ്റ അബ്ദുൾ സലാമിന് 3 ലക്ഷവും ശശിധരന് 2 ലക്ഷം രൂപ വീതം നൽകാനും കോടതി ഉത്തരവിട്ടു. ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി അയൂബ് ഖാൻ പത്തനാപുരമാണ് വിധി പ്രസ്താവിച്ചത്. 57 പേരാണ് കേസിൽ പ്രതികളായിരുന്നത്. 15 പേർ വിചാരണ കാലയളവിനിടെ മരിച്ചിരുന്നു. ഭൂസമരത്തിൽ കൊല്ലപ്പെട്ട ആദിവാസി യുവാവ് ജോഗിയുടെ മരണത്തിൽ അന്വേഷണം വേണമെന്ന് M ഗീതാനന്ദൻ ആവശ്യപ്പെട്ടു. ജോഗിയുടെ മരണം അന്വേഷിക്കണം. ഈ അന്വേഷണം വിചാരണ വിഭാഗീയമായി. ആദിവാസി ഗോത്ര മഹാസഭയുടെ നേതൃത്വത്തിൽ ഭൂമി ആവശ്യപ്പെട്ടുകൊണ്ട് 2001 സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ആരംഭിച്ചിരുന്നു. സർക്കാരുമായി നടത്തിയ ചർച്ചകളിൽ ലഭിച്ച ഉറപ്പുപ്രകാരം ലഭിക്കേണ്ട ഭൂമി ലഭ്യമാകാതിരുന്നതോടെയാണ് 2003 ജനുവരി 5 മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ കുടിൽ കെട്ടി സമരം ആരംഭിച്ചത്. ഫെബ്രുവരി 19 പോലീസ് നടപടിക്കിടെയാണ് കോൺസ്റ്റബിൾ വിനോദും ആദിവാസി യുവാവ് ജോഗിയും കൊല്ലപ്പെട്ടത്. കേസിലെ 1ാം പ്രതിയായിരുന്നു M ഗീതാനന്ദൻ. ആദ്യഘട്ടത്തിൽ പോലീസ് അന്വേഷിച്ച കേസ് ക്രൈംബ്രാഞ്ചിനും പിന്നീട് CBIക്കും വിടുകയായിരുന്നു. എറണാകുളത്തായിരുന്ന വിചാരണ ഹൈക്കോടതി ഉത്തരവിട്ട് കൽപ്പറ്റ ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് മാറ്റുകയായിരുന്നു. CBIക്ക് വേണ്ടി പ്രോസിക്യൂട്ടർ ബോബി ജോസഫ്, പ്രതികൾക്ക് വേണ്ടി അഭിഭാഷകരായ TM റഷീദ്, VG ലൈജു എന്നിവരാണ് ഹാജരായത്. അമൃത ന്യൂസ്, വയനാട്. തിരുവനന്തപുരത്തെ BJP കൗൺസിലറും കാപ്പ കേസ് പ്രതിയുമായ R സുഗതന് കോർപ്പറേഷൻ അവധി അനുവദിച്ചു. കൗൺസിലിൽ ഹാജരാകുന്നതിൽ നിന്ന് 6 മാസത്തേക്ക് അവധി നൽകണമെന്ന് സുഗതന്റെ അപേക്ഷ കൗൺസിൽ യോഗം അംഗീകരിക്കുകയായിരുന്നു. ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവിന്റെ പിൻബലത്തോടെയാണ് അപേക്ഷ അംഗീകരിച്ചത്. ചട്ടങ്ങൾ പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. BJP കൗൺസിലർ സുഗതന്റെ അവധി അപേക്ഷ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിരുന്നു. വിഷയത്തിലേക്ക് കടന്നതോടെ പ്രതിപക്ഷം പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധം ആരംഭിച്ചു. UDF വിമതർ സുധീഷ് ഉൾപ്പെടെ 2 സ്വതന്ത്രർ സുഗതന്റെ അവധി അപേക്ഷയെ അംഗീകരിച്ചു. കാസ്റ്റിംഗ് വോട്ടുമായി മേയറും പിന്തുണച്ചതോടെ 51 പേരുടെ അംഗീകാരം. തുടർന്ന് ആഭ്യന്തര വകുപ്പിന്റെ സർക്കുലർ വായിച്ച മേയറുടെ പ്രഖ്യാപനം. അങ്ങ് UDF നേതാവാണെങ്കിൽ അങ്ങയുടെ സർക്കാരിന്റെ സർക്കുലർ ഒന്ന് കേൾക്കണം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിൽ യോഗങ്ങൾ പങ്കെടുക്കുന്നതിനായി എസ്കോർട്ട് പരോൾ അനുവദിക്കണമെന്ന താങ്കളുടെ കത്തിലെ ആവശ്യം
സർക്കാർ നിരസിച്ചിരുന്നു. മേൽ സാഹചര്യത്തിൽ കോർപ്പറേഷൻ കൗൺസിൽ യോഗ നടപടിക്രമങ്ങളിലും മറ്റും താങ്കൾക്ക് നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കുമെങ്കിലും താങ്കളുടെ കൗൺസിലർ സ്ഥാനത്തിന് അയോഗ്യത വരാതിരിക്കാൻ ജയിൽ സൂപ്രണ്ട് മുഖേന തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലിന് അപേക്ഷ സമർപ്പിക്കാൻ താങ്കൾക്ക് അനുവാദമുണ്ടായിരിക്കുന്നതാണ്. മുനിസിപ്പാലിറ്റി ആക്ട് അനുസരിച്ച് കോർപ്പറേഷൻ കൗൺസിൽ ഈ അവധി അപേക്ഷ വോട്ടിന് അംഗീകരിക്കുകയാണെങ്കിൽ താങ്കളുടെ കൗൺസിൽ സ്ഥാനം സുരക്ഷിതമായിരിക്കുമെന്ന് അറിയിക്കുന്നു. സുഗതന്റെ കുടുംബം സമീപിച്ചതിനാലാണ് BJP പിന്തുണച്ചതെന്ന് പൗണ്ട് കടവ് കൗൺസിലർ സുധീഷ്. ഒരു കൗൺസിലിനെ ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട് എപ്പോഴും അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് പോകുന്നത് ശരിയായ നടപടിയല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കൗൺസിൽ യോഗത്തിൽ നടന്നത് പ്രഹസനം മാത്രമാണെന്നും ആവശ്യമെങ്കിൽ ഹൈക്കോടതി സമീപിക്കുമെന്നും LDF. ഇന്നത്തെ ഈ അവധി അപേക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ചട്ടവിരുദ്ധമായിട്ടുള്ള അപേക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംബന്ധിച്ച് നഗരസഭയുടെ സെക്രട്ടറിക്ക് പരാതി കൊടുക്കും. അതുപോലെ തന്നെ വകുപ്പ് മന്ത്രിക്ക് പരാതി കൊടുക്കും. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കും. വേണ്ടി വന്നാൽ ഇതിനെ സംബന്ധിച്ച് അടിയന്തരമായിട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ LDF തീരുമാനിച്ചിട്ടുണ്ട്. മുനിസിപ്പൽ ചട്ടപ്രകാരം സുഗതന് അവധി അപേക്ഷ നൽകാൻ കഴിയില്ലെന്നാണ് UDFന്റെ വാദം. ഈ മുനിസിപ്പാലിറ്റി ആക്ടിൽ എവിടെയാണ് അവധി എന്ന് പറയുന്നത്? എവിടെയാണ് അവധിക്ക് വോട്ടെടുപ്പ് എന്ന് പറയുന്നത്? അവധി എന്ന് പറഞ്ഞൊരു വാക്ക്, ലീവ് എന്ന് പറഞ്ഞൊരു വാക്ക് ആക്ടിൽ പറയുന്നില്ല. മുനിസിപ്പൽ ആക്ടിലെ ചട്ടം 91K പ്രകാരമാണ് നടപടികൾ പൂർത്തിയാക്കിയതെന്നാണ് മേയർ വ്യക്തമാക്കുന്നത്. സുഗതൻ വിഷയത്തിൽ നഗരസഭാ ഭരണസമിതിക്ക് മേലുയർന്ന വെല്ലുവിളിയെ BJP മറികടന്നപ്പോൾ സർക്കാരിന്റെ സർക്കുലറിൽ വെട്ടിലായത് UDF ആണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. BJP കൗൺസിലറായ സുഗതന് അനുകൂലമായി ആഭ്യന്തര വകുപ്പ് കത്ത് നൽകിയ സംഭവത്തിൽ പ്രതികരിച്ച് മന്ത്രി രമേശ് ചെന്നിത്തല ഫയൽ താൻ കണ്ടിട്ടില്ലെന്നും വിശദമായ അന്വേഷണം നടത്തുമെന്നും ചെന്നിത്തല പറഞ്ഞു. സംഭവത്തിൽ ആഭ്യന്തര വകുപ്പ് അണ്ടർ സെക്രട്ടറിക്കെതിരെ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. വകുപ്പ് മന്ത്രിയോ അഡീഷണൽ ചീഫ് സെക്രട്ടറിയോ അറിയാതെയാണ് അണ്ടർ സെക്രട്ടറി ഉത്തരവിറക്കിയതെന്നാണ് വിലയിരുത്തൽ. എസ്കോർട്ട് പരോളിന് സുഗതന് അനുമതി തേടിയപ്പോൾ അവധി അപേക്ഷ നൽകാനായിരുന്നു ആഭ്യന്തര വകുപ്പിന്റെ മറുപടി. അവധി അനുവദിച്ചാൽ കൗൺസിലർ സ്ഥാനത്ത് നിന്ന് സുരക്ഷിതനായിരിക്കുമെന്നും കത്തിൽ വ്യക്തമാക്കിയിരുന്നു. ആഭ്യന്തര വകുപ്പിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി അണ്ടർ സെക്രട്ടറിയാണ് ഉത്തരവിറക്കിയിട്ടുള്ളത്. കൗൺസിൽ യോഗത്തിൽ ഈ കത്ത് ഉയർത്തിക്കാട്ടിയായിരുന്നു മേയറുടെ പ്രതിരോധം. കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ ദിവസവും ആഭ്യന്തര വകുപ്പിന്റെ നീക്കങ്ങൾ തന്നെയാണ്. അപ്പൊ ഇത് എനിക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യത്തെ ഞാൻ എന്ത് പറയാനാണ്? ഞാൻ ഈ ഫയൽ കണ്ടിട്ടില്ല, അന്വേഷിക്കും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് അസാധുവാക്കണമെന്നാവശ്യപ്പെട്ട് LDF വീണ്ടും ഹൈക്കോടതിയിൽ. കൗൺസിലർമാരുടെ ഇതുവരെയുള്ള നടപടികൾക്കുള്ള നിയമസംരക്ഷണം റദ്ദാക്കണമെന്നും BJP കൗൺസിലർമാരുടെ നടപടികൾക്കുള്ള സംരക്ഷണം മുനിസിപ്പാലിറ്റി നിയമത്തിന് വിരുദ്ധമെന്നും അപ്പീലിൽ പറയുന്നു. അധികാരമില്ലാത്ത കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ തുടക്കം മുതൽ അസാധുവാകും LDF വ്യക്തമാക്കി. ഡിവിഷൻ ബെഞ്ചിലാണ് LDF അപ്പീൽ നൽകിയത്. ശബരിമലയിൽ വിതരണം ചെയ്ത മിൽമ നെയ്യിൽ ക്രമക്കേട് കണ്ടെത്തിയത് ദേവസ്വം വിജിലൻസ് SP അന്വേഷിക്കും. ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കാനാണ് നിർദ്ദേശം. മിൽമ നെയ്യ് ശബരിമലയിൽ വേണ്ടെന്ന് തീരുമാനിച്ചതായും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ അറിയിച്ചു. തിരുവനന്തപുരത്ത് ചേർന്ന ദേവസ്വം ബോർഡ് യോഗത്തിലാണ് ശബരിമലയിൽ വിതരണം ചെയ്ത മിൽമ നെയ്യിൽ ക്രമക്കേട് കണ്ടെത്തിയ സംഭവം ദേവസ്വം വിജിലൻസ് അന്വേഷിക്കാൻ തീരുമാനിച്ചത്. ഉദ്യോഗസ്ഥരുടെ പങ്കും ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരുടെ പങ്കും അന്വേഷിക്കും. 1 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമാകും മറ്റ് നടപടികൾ. ഇനി മിൽമ നെയ്യ് ശബരിമലയിൽ വേണ്ട എന്നാണ് തീരുമാനം. നെയ്യ് തികഞ്ഞാലും ഇല്ലെങ്കിലും ഇത്തവണ പുറത്തുനിന്ന് നെയ്യ് വാങ്ങില്ല. മിൽമ നെയ്യുടെ ഗുണനിലവാരത്തെക്കുറിച്ച് ആരും പരാതി പറഞ്ഞിട്ടില്ല എന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ഏതായാലും വിജിലൻസ് SP ചുമതലപ്പെടുത്തുന്നത് 4-5 കാര്യങ്ങൾ അന്വേഷിക്കാനാണ്. എന്തെങ്കിലും കരാർ നടപടികൾ, നമ്മളുമായിട്ടുള്ള കരാറിനകത്ത് കരാർ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതിനകത്ത് മോശപ്പെട്ട നെയ്യ് വന്നെങ്കിൽ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്ക് ആർക്കെങ്കിലും ഇതിനകത്ത് പങ്കാളിത്തമുണ്ടോ അല്ലെങ്കിൽ പങ്കുണ്ടോ, ഫുഡ് സേഫ്റ്റി പരിശോധനകൾ കൃത്യമായി നടന്നിട്ടുണ്ടോ, പിന്നെ ബോർഡിന് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക നഷ്ടമൊക്കെ ഇതുകൊണ്ടുണ്ടായിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങൾ വിജിലൻസ് SP അന്വേഷിച്ച് തരാനാണ് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2011 മുതൽ 2016 വരെയുള്ള ഓഡിറ്റ് നടപടികൾ തയ്യാറാക്കാൻ ഓഡിറ്റ് അദാലത്ത് നടത്തും. മിൽമ വിതരണം ചെയ്ത നെയ്യ് വഴിമധ്യേ മാറ്റി ഗുണനിലവാരം കുറഞ്ഞ നെയ്യ് ശബരിമലയിൽ എത്തിച്ചതിൽ അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിലാണ് മിൽമ നെയ്യ് വേണ്ടെന്ന ബോർഡ് തീരുമാനം. ശബരിമലയിൽ മിൽമയുടെ വ്യാജ നെയ്യ് എത്തിക്കാൻ മിൽമ ഉദ്യോഗസ്ഥരെ ദേവസ്വം ജീവനക്കാർ സഹായിച്ചുവെന്ന് കണ്ടെത്തിയിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.